മൂത്രം ഉറ്റിപ്പോകുന്നൊരു വിഷയം. മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് 2-3 തുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരിക, അതല്ലെങ്കിൽ ചുമക്കുമ്പോഴത്തിന് മൂത്രം പോകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഈ മൂത്രം കൊണ്ടുള്ള അഴുക്കായിട്ട് അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. എവിടേക്കെങ്കിലും കല്യാണത്തിനൊക്കെ പോയാൽ പേടിയാണ്, എങ്ങനെ ഇപ്പോൾ മൂത്രം ഒഴിക്കാൻ പോവുക, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ തുള്ളി വരും, പിന്നെ ഡ്രസ്സ് അഴുക്കാവും, നിസ്കരിക്കാനുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതിൻ്റെ ഉസ്വാസ് വേറെ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇതിനൊക്കെ നല്ലൊരു പരിഹാരം ആയിട്ട് 4 പരിപാടികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്താൽ ഒരു 2 മാസങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വിഷയമാണ് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്ന് ഞാൻ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് പറഞ്ഞുതരും. അതേപോലെ നിങ്ങൾ 2 മാസം ചെയ്യാം. അപ്പോൾ നമുക്ക് ആ 4 കാര്യങ്ങൾ ഓരോന്നും ഇങ്ങോട്ട് പറയാം. ഒന്നാമത്തെ കാര്യം യുറേത്രൽ മിൽക്കിങ് ചെയ്യുക എന്നുള്ളതാണ്. എന്താ യുറേത്രൽ മിൽക്കിംഗ് എന്നറിയോ? നമ്മൾ മലദ്വാരത്തിൻ്റെയും വൃഷ്ണങ്ങളുടെയും ഇടയിൽ, വൃഷ്ണത്തിൻ്റെ സഞ്ചി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിൽ ഒരു ഭാഗമുണ്ട്, അതിനാണ് പെരീനി എന്ന് പറയാം. ഈ പെരീനി എന്ന് പറഞ്ഞ ഭാഗത്ത് മൂത്രം ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, ഇപ്പം നിന്നു, നമ്മൾ മാക്സിമം പ്രഷർ കൊടുത്ത് മൂത്രം ഒഴിച്ചു, ശേഷം ഒന്നും വരുന്നില്ല എന്നാവുമ്പോൾ ആ ഭാഗത്ത് മുകളിലേക്ക് വൃഷ്ണത്തിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് എന്നുള്ള രീതിയിൽ തടവി കൊടുക്കുക. ഭയങ്കര അമർത്തി തടവരുത്, ഒരു മീഡിയം പ്രഷറിൽ എന്ത് ചെയ്യണം, കുറച്ച് തടവി കൊടുക്കുക. 2-3 പ്രാവശ്യം മുകളിലേക്ക് തടവി കൊടുക്കുക. എന്നിട്ട് ലിംഗത്തിന്റെ താഴ്ഭാഗത്തിലൂടെയും തടവി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ മൂത്രം ഒന്നും കൂടി പുറത്തേക്ക് വരും. ഇങ്ങനെ ചെയ്യണേന്നാണ് യുറേത്രൽ മിൽക്കിംഗ് എന്ന് പറയാം. അപ്പോൾ അവിടെ കെട്ടിക്കിടക്കുന്ന മൂത്രമാണെങ്കിൽ അതൊന്നും കൂടെ പുറത്തേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് തുള്ളി തുള്ളിയായിട്ട് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വിഷയമാണ് ഒരു എക്സസൈസ് ആണ്, കീഗൽ എക്സസൈസ് എന്നാണ് പറയാം. അത് വളരെ ഉപകാരപ്പെടുന്ന സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത എക്സസൈസ് ആണ് കേട്ടോ. നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ് ഉണ്ട്, അഥവാ ഈ മൂത്രത്തിനെ പ്രഷറിൽ തള്ളാനും അവിടെ പിടിച്ചു വെക്കാനും ഒക്കെ സഹായിക്കുന്ന പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഈ മസിൽ ആദ്യം കണ്ടെത്തണം. മസിൽ ഇതിപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ ഇളക്കണമെങ്കിൽ ഈ മസിൽ ഇപ്പോൾ സ്ട്രോങ് ആക്കണമെങ്കിൽ നല്ലോണം ഡംബിൾസ് എടുത്ത് പൊക്കിയാൽ മതി എന്ന് നമുക്കറിയാം. പക്ഷെ അവിടുത്തെ മസിൽ എങ്ങനെ സ്ട്രോങ് ആക്കുക, ആ മസിലിനെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ ആ മസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഇപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കുക, അപ്പോൾ മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് ആ മൂത്രം പിടിച്ച് നിർത്തണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പ്രഷർ കൊടുത്ത് നോക്കി. അപ്പോൾ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പെരീനിയൽ റീജിയനിൽ മലദ്വാരത്തിൻ്റെയും വൃഷ്ണങ്ങളുടെയും ഇടയിൽ ഇങ്ങനെ ഒരു മസിൽ അമരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു മസിൽ ഇങ്ങനെ പിടിക്കുന്നത്, ആ മസിലാണ് നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ്. ഇവിടെ നമുക്ക് സ്ട്രോങ് ആക്കേണ്ട മസിൽ, അവിടെയാണ് നമ്മൾ കീഗൽ എക്സസൈസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ കീഗൽ എക്സസൈസ് എങ്ങനെ ചെയ്യുക? ഈ ഒരു പിടുത്തുണ്ടല്ലോ, നമ്മൾ മൂത്രം പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഈ പറയാൻ പോകുന്ന അത്രയും തവണ അത്രയും സമയം. അപ്പോൾ ഇങ്ങനെ ഈ മൂത്രം പിടിച്ചു വെക്കുന്ന രീതിയിൽ, ഇങ്ങനെ മസിൽ അമരുന്ന രീതിയിൽ 5 സെക്കൻഡ് നിങ്ങൾ പിടിച്ചു വെക്കുക. 5 സെക്കൻഡ് പിടിച്ചു വെക്കുക. 1 2 3 4 5 എന്നുള്ള രീതിയിൽ പിടിച്ചു വെക്കുക. എന്നിട്ട് അതൊന്ന് റിലാക്സ് ചെയ്യുക. അങ്ങനെ 5 സെക്കൻഡ് റിലാക്സേഷനിൽ നിൽക്കണം. എന്നിട്ട് വീണ്ടും 5 സെക്കൻഡ് കോൺട്രാക്ട് ചെയ്തിട്ട് അത് അമർത്തി പിടിക്കുക, മൂത്രം അങ്ങനെ പിടിച്ചു വെക്കണ പോലെ. ഇങ്ങനെ 5 സെക്കൻഡ് പിടിച്ചു വെക്കുക, 5 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ 3 തവണ ചെയ്യണം, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ഇനി നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സുഖമാണ്, ഓരോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, ഞാൻ എൻ്റെ അടുത്ത് വരുന്ന നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുത്ത് പറഞ്ഞു കൊടുക്കൽ, ആ 5 വക്തിന് ഓരോ നിസ്കാരം കഴിയുമ്പോഴും നമ്മൾ ചൊല്ലിയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നല്ലോ. നമുക്ക് എവിടെ ഇരിക്കാം, നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയും കൂടെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് സീക്രട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഷയം, കീഗൽ എക്സസൈസ് കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ടോയ്ലറ്റിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇരുന്നിട്ട് മാത്രം മൂത്രമൊഴിക്കുക. നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ കംപ്ലീറ്റ് എംറ്റിങ് കുറച്ച് ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും, അതായത് തടസ്സങ്ങൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പെരീനിയൽ റീജിയൻ, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വൈഡ് ആവുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഒന്നുകൂടി ലൂസ് ആയിട്ടാണ്ടാവുക, മൂത്രത്തിന് ശരിക്ക് പുറത്തേക്ക് വരാൻ കഴിയും. അപ്പോൾ അവിടെ തങ്ങി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഇന്ത്യൻ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. ആ ഒരു സ്ക്വാട്ടിങ് പൊസിഷനാണ് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. എങ്ങനെ പുറത്തേക്ക് യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് വരാൻ, യൂറിൻ മാത്രമല്ല മലം തന്നെ പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാൻ ഏറ്റവും നല്ലത് സ്ക്വാട്ടിങ്, ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആ ഒരു പൊസിഷനാണ്. പിന്നെ ഇനിയിപ്പോൾ യൂറോപ്യൻ ടോയ്ലറ്റ് ആണ്, വേറെ രക്ഷയില്ല എന്നാണെങ്കിൽ യൂറോപ്യൻ ടോയ്ലറ്റ് തന്നെ ഇരിക്കുമ്പോൾ ഈ സാധനം, ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, സ്കോട്ടി പോട്ടി എന്നാണ് പറയാം, അത് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് യൂറോപ്യൻ ടോയ്ലറ്റ് ഇനിയിപ്പോൾ പൊളിച്ചുണ്ടാക്കൊന്നും വേണ്ട, ഇന്ത്യൻ ടോയ്ലറ്റ് ആക്കൊന്നും വേണ്ട, ഇത് അതിൻ്റെ മുന്നിൽ എന്ത് ചെയ്താൽ മതി, കൊണ്ടുവച്ചാൽ മതി. ഇതൊരു പല പോലത്തെ സാധനമാണ്. അതിൻ്റെ മുകളിൽ കാലി കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ സാധനത്തിൻ്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കഞ്ഞുവാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് പോയാൽ ചിലപ്പോൾ നാട്ടിലൊന്നും കിട്ടലുണ്ടാവില്ല, ഓൺലൈനിൽ ഇത് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കാം, കഴിയാൻ നോക്കട്ടെ. ഇനി അവസാനത്തെ ഒരു കാര്യമാണ് ഡബിൾ വോയിഡിങ് എന്ന് പറയുന്നത്. അഥവാ ഒരു വട്ടം മൂത്രമൊഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് തോന്നിയാലും എണീക്കാതെ ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കുക. നമുക്കറിയാം ഇപ്പോൾ എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ 2 തുള്ളി കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് വരും എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി രണ്ടാമത് മൂത്രമൊഴിക്കുന്ന രീതിയിൽ ഒന്നും കൂടി ഒരു പ്രഷർ കൊടുത്തിട്ട്
കുറച്ചും കൂടി മൂത്രം പുറത്തേക്ക് വരുത്തുക. 2 മിനിറ്റോടെ ഇരിക്കേണ്ടി വരും, എന്നാലേ അതെന്ത് രണ്ടാമതും ബോയിലിംഗ് നടക്കുള്ളൂ. കുറച്ച് നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമതും ബോയിലിംഗ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ 4 കാര്യങ്ങൾ വളരെ എഫക്റ്റീവാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും ഒരു മാറ്റില്ല എന്നാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മെഡിസിനെ തിരഞ്ഞു പോയാൽ മതി. ഹോമിയോപ്പതി തന്നെ നല്ല മെഡിസിൻസ് ഉണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൂത്രവാർച്ചയ്ക്ക് ഹോമിയോപ്പതിയിൽ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെടുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ നമ്മളെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അപ്പോഴേ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇനിയും കിട്ടുള്ളൂ കേട്ടോ.